ഹായ് ഗുഡ് മോർണിംഗ്. ഹായ് ഗുഡ് മോർണിംഗ്. ഞങ്ങളപ്പോൾ ദോശയും ചമ്മന്തിയും ചായയും കഴിക്കുകയാണേ. നിങ്ങളെല്ലാവരും ചായ കുടിച്ചാ? ഹലോ. അപ്പം എൻ്റെ ഒരു അബദ്ധം പറ്റിയിട്ടാ. ഞാൻ നേരത്തെ എടുത്ത വീഡിയോ തീരെ ഇതില്ലാണ്ടായിപ്പ്, ക്ലിയർ ഇല്ലാണ്ടായിപ്പ്. ഇപ്പോൾ ഞാൻ ആ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ ഇതാ നന്നായി വാട്ടിയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. ഈ ഉലുവ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനത് ഇതിലിട്ട് നന്നായി വാട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ക്ലിയറായില്ല, അതാണ് വിഷമായി പോയത്. ശബ്ദമില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വിചാരിക്കുന്നത്, അതല്ല ക്ലിയർ ഉണ്ടായില്ല. അത് ഈ സിമ്മിലിട്ടിട്ട് ഞങ്ങളൊരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അതിങ്ങനെ കുഴമ്പ് രൂപമായി. പിന്നെ അത് ആ പുളി നന്നായി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി പിന്നെ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിയായിട്ടും തട്ടിക്കൊടുക്കാം. പൊടി പകുതി ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിലൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതും കൂടി അതിൽ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ. പൊടികൾക്കൊരു പച്ചമണം ഉണ്ടാവും, അതൊന്ന് മാറട്ടെ. എന്നിട്ട് നമുക്ക് മീനിട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വേവിക്കുക. ചെറുതീയിൽ തിളയ്ക്കുന്ന വരെയും തീ കൂട്ടി വയ്ക്കുക. പിന്നെ തിളച്ചെന്ന് കാണുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് തിളപ്പിക്കുക. മീൻകറി റെഡിയാവും. നല്ല ടേസ്റ്റാട്ടോ ഈ മീൻകറി. അപ്പോൾ പൊടി അവിടെ ഇതാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇതിൽ തന്നെ നിൽക്കണം. നമ്മുടെ പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒഴിച്ചു. ആ പച്ചമണമൊക്കെ പോയി നന്നായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ പൊടി ഇട്ടപ്പോൾ അതിൽ ഒട്ടിപ്പിടിച്ച് തന്നില്ലേ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം അതിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ പുളി നന്നായി തിരുമിപ്പിഴിഞ്ഞത് ആ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. അതിൻ്റെ കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. തേങ്ങാപ്പാലായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ പൊടി വെള്ളം ഒഴിച്ച് കൊടുക്കണതിൻ്റെ ഒപ്പം തന്നെ 2ാം പാലില്ലേ അതൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മീനിടുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം, എന്ന് വെച്ചാൽ മീനിട്ടിട്ട് ഇങ്ങനെ ഇളക്കാൻ നമുക്ക് പറ്റില്ല, അത് കാരണമാണ് കേട്ടോ. ഇപ്പോഴേ നന്നായി ഇളക്കി ആയ മസാലയൊക്കെ അതിൽ നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. നമുക്കിനി ഈ പുളി വെള്ളത്തിൻ്റെ പാത്രത്തേക്ക് തന്നെ അത് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഞങ്ങൾക്കൊക്കെ വേനൽക്കാലമായ വെള്ളം ഉണ്ടാവില്ല ബോർവെല്ലിൽ. ഉണ്ടോ ആ കുടത്തിലൊക്കെ വെള്ളങ്ങളാട്ടോ, ബക്കറ്റിലും ഒക്കെ. പിന്നെ നമ്മുടെ ഇവിടെ ഉള്ള വെള്ളത്തിനാണെങ്കിൽ ഭയങ്കര സ്മെല്ലും ഭയങ്കര മഞ്ഞക്കറിയൊക്കെ ആണ്. അപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കും, അത്യാവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. പാചകം ചെയ്യാൻ അത് ഉപയോഗിക്കില്ല. മഴയാകുമ്പോൾ അങ്ങനത്തെ സ്മെല്ലുണ്ടാവില്ല. വേനൽക്കാലമാകുമ്പോൾ പിന്നെ സ്മെല്ലുണ്ടാവും. പിന്നെ ഏപ്രിലാകുമ്പോഴേക്കിനും വെള്ളവും ഉണ്ടാവില്ല. ഏപ്രിൽ ഇവിടെ വെള്ളം കിട്ടാറില്ല. ഏപ്രിൽ ലാസ്റ്റാകുമ്പോൾ വെള്ളം ഉണ്ടാവില്ല. മെയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പൂത്തുണ്ടി വെള്ളം വന്ന് എന്ന് പറഞ്ഞാൽ കണക്കാണ്, ഉറപ്പൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ മീനിൻ്റെ ഇതെടുത്തിടാം കേട്ടോ. ഈ മീനിന് മുള്ളുണ്ട്, പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് കഴിക്കണം. പക്ഷെ നല്ലൊരു ടേസ്റ്റുള്ള മീനാണ് കേട്ടോ വാളമീൻ. എനിക്കങ്ങനെ മീൻ പൊതുവെ ഇഷ്ടമില്ലാത്തതാണ്. കുറച്ച് മീനുകൾ മാത്രമേ, ചിലത് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. ഒരു കറി വെച്ചതൊന്നും ചൊട്ടും കഴിക്കില്ല. കറി വെച്ച മീനിനോട് ഒരു താല്പര്യമില്ല. പക്ഷേ ഇവിടെ ചേട്ടനും മോനിക്കും ഭയങ്കര ഇഷ്ടമാണ് മീൻ. മീൻ എന്ന് വെച്ചാൽ അവർക്ക് ഹരമാണ്. പിന്നെ ഇവിടേക്കൊന്നും അത്ര നല്ല ഫ്രഷായ മീനൊന്നും കിട്ടില്ല കേട്ടോ.
പിന്നെയും കുഴപ്പമില്ല. ആദ്യമൊന്നും അങ്ങനെ കിട്ടിയിരുന്നില്ല എന്ന് പറയുന്നതൊക്കെ ചേട്ടനൊക്കെ. ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് സ്ലാബ്. കാരണം എല്ലാ പാത്രങ്ങളും അപ്പം തന്നെ അവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ പിന്നൊക്കെ തട്ടി താഴെ വീഴാൻ തുടങ്ങും. അപ്പം നമുക്കിനി തീ കൂട്ടി വയ്ക്കാം. എന്നിട്ട് തേങ്ങാപ്പാലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഈ പുളിവെള്ളം ഒഴിച്ച സമയത്ത് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. മീനിട്ട് കൊടുത്തത് മീൻ തിളയ്ക്കൂലേ, തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. അങ്ങനെയും വെക്കാം. ഞാൻ ഇപ്പം മുളകിട്ടിട്ടാണ് വെക്കണം. കാരണം ഇത് ഇവിടെ വലിയ ചിലവില്ല. ചേട്ടനും മോനുമാണ് കഴിക്കുക. ഇപ്പം നാളെ എന്തായാലും ഇത് ചിലവാകും. ചേട്ടന് ലീവാണ്, പിന്നെ മോനും ചേട്ടന് സൺഡേ ഉണ്ടാവില്ല, വർക്ക് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ മോനും ഇഷ്ടമാണ്. ഇവർ മോന് സ്കൂളിൽ പോകും, ചേട്ടൻ വർക്കിനും പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ ഇരിക്കും ഇവിടെ. പിന്നെ ഇവിടെ വേറെ ആൾക്കാരുള്ളവർക്ക് പിന്നെ മീൻ ഹരാണ്. അത് കാരണം അങ്ങനെ വേസ്റ്റായൊന്നും പോവില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ കറി തിളക്കട്ടെ. തിളച്ചിട്ട് വേണം അടച്ചു വയ്ക്കാൻ. നല്ല തിളയാണ്. ഇപ്പം നന്നായി തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അടച്ചു വെച്ചിട്ട് സിമ്മിലിടാം. എന്നിട്ട് ഇതിലൊരു എണ്ണ അങ്ങനെ തെളിഞ്ഞു വരും. ഇപ്പം തന്നെ കണ്ട സൈഡ് ഭാഗത്തൊക്കെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഫുള്ള് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ചു, സിമ്മിലിട്ടു.